തല്ലി തല മുന്നിൽ തട്ടി. എവിടെ അടിച്ചേ? ഈ സൈഡിൽ ഇടിച്ചു. അതെ പറ്റിയ സാറേ. പിന്നെ പേടിച്ചു. എന്നിട്ട് ബോധം പോയി. എന്നിട്ട് നീ എന്ത് ചെയ്ത്? അപ്പൊ ഞാൻ പേടിച്ച് അതെടുത്തിട്ട് എനിക്ക് ഒന്ന് ചമ്മലിനെടുത്ത് കമ്പിലേക്ക് വിടും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗുരുവായൂർ നെന്മേനിയിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം. വന്ധ്യവയോധികയായ 65 വയസ്സ് പ്രായം വരുന്ന യുവതിയെ തല കീയായി കിണറ്റിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. 65 വയസ്സ് പ്രായം വരുന്ന സന്താനവല്ലി എന്ന് പറയുന്ന യുവതിയുടെ മൃതശരീരമാണ് ഇത്തരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത്. കാലിൽ കയറും അതുപോലെ തന്നെ കഴുത്തിൽ കല്ലും വെച്ച് കെട്ടിയിട്ടാണ് കിണറ്റിൽ താഴ്ത്തിയത് എന്നുള്ളതാണ്. രണ്ട് മദ്യപാനികൾ തമ്മിൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അറിയാതെ താൻ ഇത്തരത്തിൽപ്പെട്ട ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്നും ഇങ്ങനെ സന്താനവല്ലി എന്ന് പറയുന്ന യുവതിയെ കിണറ്റിൽ താഴ്ത്തിയിട്ടുണ്ട് എന്ന് മദ്യപാനിയോട് പറയുകയാണ്. അദ്ദേഹം പോലീസിനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ വന്ന് സെർച്ച് നടത്തി ആ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ സ്വദേശി സുരേഷ് എന്ന് പറയുന്ന മനുഷ്യനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഏകദേശം ഈ സന്താനവല്ലി എന്ന് പറയുന്ന യുവതിയുമായിട്ട് ഏകദേശം 3 ദിവസത്തെ അടുപ്പം മാത്രമേ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിക്കുള്ളൂ. അങ്ങനെ അവർ സൗഹൃദത്തിലാവുകയും അതുപോലെ ആയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് കാലിന് വേദന വന്ന സമയത്ത് സുരേഷുമായി ബന്ധപ്പെടുന്നു. സുരേഷ് അവിടെ വരുന്നു. സന്താനവല്ലിയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി കാലെല്ലാം കാണിക്കുന്നു. ഡോക്ടറെ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു വാടക വീട് എനിക്കുണ്ട് എന്ന് സന്താനവല്ലിയോട് പറയുന്നു. നമുക്ക് അവിടെ പോയിട്ട് വിശ്രമിക്കാമെന്ന് ആ സഹോദരിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ സന്താനവല്ലി അതിന് വഴങ്ങുന്നു. അവിടെ പോകുന്നു, അവിടെ വിശ്രമിക്കുന്നു. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി മദ്യം വാങ്ങിയിട്ട് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ സന്താനവല്ലിക്കും കൊടുക്കുന്നു, സുരേഷും കുടിക്കുന്നു. രണ്ടുപേരും മദ്യം പങ്കിട്ട് കുടിച്ചതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ആ സമയത്താണ് അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ആ സമയത്താണ് സന്താനവല്ലിയെ ഈ സുരേഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഉപദ്രവിക്കുന്നതും. അങ്ങനെ സന്താനവല്ലി തലക്ക് അടികൊണ്ട നിലയിൽ ബോധം കെട്ട് വീഴുകയാണ്. ആ സമയത്ത് സുരേഷ് മനസ്സിലാക്കുന്നു ഈ സഹോദരി മരിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് ഒരു സഹപാഠിയുടെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി ഈ സന്താനവല്ലിയെ കിണറ്റിലേക്ക് കയറ് കെട്ടി അതുപോലെ തന്നെ കഴുത്തിൽ കല്ലും കെട്ടി താഴ്ത്തി ഇറക്കുകയാണ് ഇദ്ദേഹം ചെയ്തത് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കാര്യം വളരെ നിഷ്പക്ഷമായിട്ട് ഇദ്ദേഹം തന്നെ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. പോയി മദ്യം പിടിച്ചുകൊണ്ടുവന്ന പുള്ളിക്കാരി കഴിച്ചു. ഞാൻ അവിടെ മക്കളുടെ ഈ പുള്ളിക്കാരി അതിൻ്റെ മുകളിൽ കയറി. അതിൻ്റെ ഇതിൽ ഈ പെട്ടെന്ന് ഇതിൽ ഈ പുള്ളിക്കാരി ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇത് വേദന എടുത്തപ്പോൾ ഇങ്ങനെ തള്ളി. പുള്ളിക്കാരി എൻ്റെ മുകളിൽ കയറി കൈ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തള്ളി തല മുന്നിൽ തട്ടി. എവിടെ അടിച്ചേ? ഈ സൈഡിൽ ഇടിച്ചു. അതെ പറ്റിയ സാറേ. അബദ്ധം പിന്നെ പേടിച്ചു. ഇവിടെ മുറ്റു. എന്നിട്ട് ബോധം പോയി. എന്നിട്ട് നീ എന്ത് ചെയ്ത്? അപ്പൊ ഞാൻ പേടിച്ച് അതെടുത്തിട്ട് എനിക്ക് ഒന്ന് ചമ്മലിനെടുത്ത് കമ്പിലേക്ക് വിടും. സത്യം. അപ്പോൾ ഒരു മടിയുമില്ലാതെ അദ്ദേഹം പറയും, നിങ്ങൾ കേട്ടു കാണും, ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ സാർ, പേടിച്ചിട്ട് ചെയ്തതാണ് എന്ന നിലയിലൊക്കെയാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. മദ്യം കൊണ്ടുപോകുന്ന ജീവനുകൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ കേരളക്കര ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളും വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സർക്കാരുകളും മാറി വരുന്നതിനനുസരിച്ച് മദ്യശാലകളുടെ ലൈസൻസും അതുപോലെ തന്നെ തുറക്കുന്ന ഷോപ്പുകളുടെ എണ്ണവും കൂട്ടുക എന്നല്ലാതെ കുറയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനനുസരിച്ച് ഓരോ ദിവസവും ഈ മദ്യം കവർന്നെടുക്കുന്ന ജീവനുകൾ എന്ന് പറയുന്നത് ഒരുപാടാണ്. 1 മുതൽ 10 വരെയുള്ള ഒരു സംഖ്യ ദിവസവും കേരളത്തിൽ നിന്ന് പൊയിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഒരു സർക്കാരും പെട്ടെന്ന് അടിയന്തരമായ ഒരു ഇടപെടലുകളും നടത്തുകയില്ല. കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു വരുമാനം എന്ന് പറയുന്നത് ഈ മദ്യത്തിൽ നിന്ന് കിട്ടുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് ഈ മദ്യം കുടിച്ചതിന് ശേഷമാണ് സുരേഷും ഈ സഹോദരിയെ ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ള ഒരു ദാരുണമായ സംഭവമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അയൽവാസിയായ ഒരു വ്യക്തി ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തും. നമുക്ക് അത് കേൾക്കാം. പ്രദേശമാണ്, അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ചേട്ടൻ ഈ നാട്ടുകാരനാണോ? ഇത് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇതെന്തോ നമ്മളെന്തോ കണ്ടത്? ഇത് ഇന്നലെ ഇവിടെ പോലീസ് വന്നിട്ട് കംപ്ലീറ്റ് 2-3 ജീപ്പ് വന്ന് നിൽക്കണപ്പോൾ ഞാൻ വന്ന് നോക്കിയതാ. അപ്പോ ഇതിന്റെ ഉള്ളില് അവര് ചെക്ക് ചെയ്യണം. ഞാൻ വിചാരിച്ചു തൂഫാന്റെ വല്ല ചെക്കിങ് ആയിരിക്കും വിചാരിച്ചിട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കിണറ്റിലൊരു സ്ത്രീനെ കൊന്നിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടത്. അത് 3 ദിവസമായിട്ട് ഉള്ളതാന്ന് പറഞ്ഞു. സംഭവം ഉണ്ടാകുന്ന ഇന്നലെയാണ് ഇത് പുറത്തുനിന്ന് അറിയുന്നത്. ഈ കൊന്ന ആള് ഇവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു.
ഓ ശരി, ഇവിടുന്ന് പോയിട്ടില്ല. ഇല്ല ഇല്ല. ഇത് രണ്ടുപേരും തമ്മിലുള്ള മദ്യപിച്ചതിന് ശേഷം ഇതിങ്ങനെ കണ്ട് പരിചയത്ത് അങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത് അല്ലേ? അതെ 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 അതെ. അയാളുടെ ഫ്രണ്ടിനോട് ഇയാള് മദ്യപിച്ച ശേഷം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കൊന്നിട്ടിട്ടുണ്ട് എന്നുള്ളത് പറയാം. എന്നിട്ട് ഇയാള് വേറെ എങ്ങോട്ടും പോയതുമില്ല? ഇല്ല, ഇവിടെ തന്നെ. ഈ കെട്ടിടം ആരുടെ, ഇത് ആര് ഉപയോഗിക്കുന്നതാ? ഇത് അനീഫ എന്ന് പറഞ്ഞ ഒരാളുടെ കെട്ടിടമാണ്. അയാൾ വാടകയ്ക്ക് കൊടുത്തേക്കണം. ആർക്ക്? ഒരു അനീഷ് എന്ന് പറഞ്ഞ ഒരു ആൾക്കാണ്. അയാൾ എന്ത് ജോലി ചെയ്യുന്ന? അയാൾ ഈ കാറ്ററിംഗിന്റെ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. ഈ തട്ടുകടകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഇവിടെ അപ്പൊ അവര് താമസിക്കാറുണ്ടോ ഇവിടെ? അവരിടയ്ക്ക് താമസിച്ചായിരുന്നു. ഇപ്പോ അവര് താമസിച്ചിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് ഇവർക്ക് വാടകയ്ക്ക് കൊടുത്തേക്ക്. ഈ മരിച്ച സുരേഷ് എന്ന് പറയുന്ന, അല്ല ഈ പ്രതിയായ സുരേഷ് എന്ന് പറയുന്നത്, അതെ 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 അതെ, അയാളാണ് ഈ സ്ത്രീ അവിടുന്ന് കൊണ്ടുവന്നത്. ഈ സ്ത്രീ എന്താ ഇവിടെ ഇങ്ങനെ നടക്കുന്ന? അതറിയില്ല. ഞാൻ തന്നെ ഉള്ള ആളാണെന്നാണ് പോലീസ് പറഞ്ഞത്. അത് ചേലക്കര സ്വദേശിയാണ്, ഗുരുവായൂർ തന്നെയാണ് മിക്കവാറും ഉള്ളത്. അതെ 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 അതെ. അവിടെ ഇവര് ഇവിടെ 2 ദിവസം മുമ്പ് ഇവിടെ കണ്ടിരുന്നെന്ന് പറഞ്ഞു. അവിടെ അപ്പുറത്തെ വീട്ടിലെ ബാബുചേട്ടൻ ഇവിടെ ഇവർ രണ്ടാളും ഇവിടെ നിൽക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു. അന്നാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ ഇവരെ കണ്ടപ്പോ ബാബുചേട്ടൻ എന്താ ചോദിച്ചപ്പോ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. പിന്നെ ഒന്നും അന്ന് രാത്രിയാണ് സംഭവം ഉണ്ടായെന്ന് തോന്നുന്നു. അതിനുശേഷം ഈ സുഹൃത്ത് ഇത് കണ്ടിരുന്നു, ഇവരെ പോരുന്നു അല്ലേ? അതെ, സുഹൃത്തിനെ വിളിച്ച് പറയാ എന്താണ് ചെയ്തത് ഇയാള്. അപ്പോ ആ സുഹൃത്താണ് പോലീസിനെ വിവരം അറിയിച്ച് ഇൻഫോം ചെയ്തത്. പോലീസ് ഇവിടെ പരിശോധനയ്ക്ക് വരുമ്പോഴും ഇയാൾ പോയിട്ടില്ല? ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഇന്നലെ തന്നെ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മദ്യം കഴിച്ചതിന് ശേഷം സുഹൃത്തിനോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ആ സുഹൃത്താണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ പോലീസ് വന്ന് സെർച്ച് ചെയ്ത സമയത്താണ് ഈ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ആളൊഴിഞ്ഞ ഒരു പറമ്പിലാണ് ഈ വാടക വീട്. അവിടെ ഇങ്ങനെ ഈ പെട്ടി കച്ചവടവും എല്ലാം ചെയ്യുന്ന രാത്രി കച്ചവടക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ യുവതിയെ കൊണ്ടുപോയതും അതിനുശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും. അങ്ങനെ അവസാനം വാക്തർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഈ സ്വർണം കൈക്കലാക്കുകയാണ്. ഈ കിട്ടിയ സ്വർണം വിൽക്കാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തിൻ്റെ സഹായം ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി മദ്യത്തിൻ്റെ ആസക്തിയിൽ ചോദിച്ചത്. ആ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ കൊല നടത്തി എന്നുള്ള കാര്യം അദ്ദേഹം അറിയുന്നതും അദ്ദേഹം പോലീസിനെ അറിയിക്കുന്നതും. അങ്ങനെ പോലീസ് വന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ട സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി നാട് വിട്ടുപോയിട്ടൊന്നുമില്ല. ആ പെട്ടിക്കടയുടെ അടുത്ത് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു, മദ്യത്തിൻ്റെ ആസക്തിയിലായിരുന്നു. ആ സമയത്ത് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കൊണ്ടുപോയിരിക്കുകയാണ്. ഏതായാലും നാളത്തോടു കൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ യുവതിയുടെ മരണകാരണം എന്താണ്, ഇനി ആദ്യം തന്നെ യുവതി മരിച്ചിരുന്നു, ഇനി അതിനുശേഷം കിണറ്റിൽ കെട്ടിത്തൂക്കിയ സമയത്ത് വെള്ളത്തിൽ പെട്ടതിന് ശേഷം ശ്വാസം മുട്ടിയാണോ മരിച്ചത് എന്നീ കാര്യങ്ങളൊക്കെ നാളെയെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുശേഷം കൂടുതൽ വകുപ്പുകൾ ഈ പ്രതിയുടെ മേൽ ചുമത്തി കേസെടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചത്. ഇത്തരത്തിൽപ്പെട്ട വ്യാപകമായ ആക്രമണങ്ങളും പ്രശ്നങ്ങളും എല്ലാം കേരളക്കര ഇപ്പോൾ കണ്ടുവരികയാണ്. ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് വാർത്തകൾ നമുക്ക് ദിവസവും ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നു. ഏതായാലും ഈ മദ്യവും മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അധികരിച്ചു വരികയാണ്. തൂഫാൻ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ആയിട്ട് പോലീസൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും അതുകൊണ്ടൊന്നും അർഹിക്കുന്ന ഒരു പ്രശ്നപരിഹാരം നമ്മുടെ കേരളത്തിന് സാധ്യമാവൂ എന്ന് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട വാർത്തകൾ ദിനം കൂടി വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.